എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ റോസിലൊക്കെ നല്ലപോലെ കട്ടകുത്തി പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന ഒരുപാട് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കാരണം നല്ല ഈ ചൂടുള്ള സമയത്തും നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ 2-3 ദിവസമായിട്ട് ഞങ്ങൾക്ക് നല്ല മഴ കിട്ടിയിരുന്നു. നിങ്ങൾക്ക് മഴ കിട്ടിയോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലപോലെ മഴ കിട്ടിയതുകൊണ്ട് തന്നെ 3 ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പം മഴ കിട്ടിയത് നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്ന പോലെ തന്നെ ഒരു മഴ കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ, ഈ ചൂടിൽ നിന്നൊക്കെ നല്ലൊരു സുഖമല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികൾക്കും. നമ്മൾ എത്ര വെള്ളം നനച്ചു കൊടുത്താലും മഴ കിട്ടി നനയുന്ന പോലെ ഒരു സുഖം ചെടികൾക്ക് വേറെ ഇല്ല. അപ്പം നല്ലൊരു ഉഷാറായിട്ടും നല്ല ഒരു ഉണർവോടും കൂടിയാണ് ചെടികളൊക്കെ നിൽക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതിനു മുമ്പ് നമ്മുടെ ചെടികളിലെ ആ പുല്ലും കാടും ഒക്കെ പറിച്ച് കളഞ്ഞിട്ട് ആ ചെടിച്ചട്ടി ഒന്ന് വൃത്തിയാക്കി വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിച്ചട്ടിലെ പുല്ലൊന്നും കാണരുത്. പെട്ടെന്ന് ആ ഒരു പാഴ്ചെടിയൊക്കെ വളം വലിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികളും മുരടിച്ച് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം പെട്ടെന്ന് പുതിയ തളിർപ്പുകളും പുതിയ പൂമൊട്ടുകളും നിറയാനായിട്ട് നമുക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. എപ്പോഴും നമുക്ക് ആ ഒരു ഘട്ടം കഴിഞ്ഞ്, അതായത് പൂക്കൾ വിരിഞ്ഞ് വാടി തുടങ്ങിയാൽ ഉടനെ നമുക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. പ്രൂൺ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ആ ഒരു റോസാ ചെടിയൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി വളരുന്നത്. വളപ്രയോഗം എന്നതുപോലെ തന്നെ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങിയ ഒരു സമയത്ത് നമുക്ക് 2 ഇല താത്തി വെച്ചിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. ഹാർഡ് പ്രൂണിങ് ഒരു വർഷത്തിലൊരിക്കൽ മാത്രം മതി. സോഫ്റ്റ് പ്രൂണിങ് നമ്മളിതുപോലെ എപ്പോഴും പൂക്കൾ കഴിഞ്ഞ ഉടനെ നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ്. എന്നാൽ മാത്രമേ പുതിയ തളിർപ്പുകൾ ഒന്ന് നമ്മൾ ആ ഒരു 2 ഇല താത്തി വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേനും അതിൽ നിന്നും 2-3 തളിർപ്പുകളാണ് വരുന്നത്. ആ തളിർപ്പുകളിലെല്ലാം പിന്നീട് നല്ലതായിട്ട് വന്നിട്ട് ഒരുപാട് മൊട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റോസ നോക്കി, ഒരുപാട് പൂക്കൾ തന്നിരുന്ന റോസയാണ്, നല്ലൊരു മനോഹരമായ മഞ്ഞ റോസയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് താത്തി പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇല താത്തി വെച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം പൂക്കളുടെ ഒരു കളറൊക്കെ മങ്ങി തുടങ്ങി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ താത്തി പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തളിർപ്പുകൾ നല്ല കരുത്തോടുകൂടിയുള്ള തളിർപ്പുകളും അതുപോലെ തന്നെ എന്താ പറയുക, പുതിയ 2-3 തളിർപ്പുകൾ അവിടുന്ന് ഇവിടുന്ന് എല്ലായിട്ട് തളിർപ്പുകൾ വന്നിട്ട് അതിലെല്ലാം പൂക്കളുണ്ടാവും. ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടത്തേ ഉള്ളൂ നമ്മുടെ പ്രൂണിങ്ങിന് ശേഷം. അതുപോലെ തന്നെ പ്രൂണിങ്ങിന് ശേഷം എപ്പോഴും നമ്മളൊരു വളം കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ പ്രൂണിങ്ങിന് ശേഷം മിക്കവാറും കൊടുക്കുന്ന ഒരു വളം എന്ന് പറഞ്ഞാൽ മുട്ടത്തോട് പൊടിച്ചതും ഉള്ളിത്തൊണ്ട് ഉണക്കി പൊടിച്ചതും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചൂട് നന്നായിട്ട്, അതായത് നമ്മുടെ റോസയുടെ ചൂടൊക്കെ നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനത് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല റിസൾട്ടാണ്. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ലിക്വിഡ് രൂപത്തിലുള്ള വളം കൊടുക്കും. ഇപ്പോൾ ആദ്യം ലിക്വിഡ് രൂപത്തിലുള്ള വളം കൊടുത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്തൊരു കാര്യം, ആദ്യം ഒരു മുട്ടത്തോട് പൊടിച്ചതും ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞ എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ലിക്വിഡ് രൂപത്തിലുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. നമ്മുടെ വീട്ടിലെല്ലാവരും ബാക്കി വരുന്ന ഒരു ചോറ് നമ്മളെടുത്ത് വലിച്ചെറിയുമല്ലേ. അപ്പോൾ ഇനി അത് വലിച്ചെറിയേണ്ട ആവശ്യമില്ല. അതായത് എത്ര പഴകിയ ചോറും ആയിക്കോട്ടെ അത് കളയണ്ട. അപ്പം നമ്മൾ അതെടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കഞ്ഞിവെള്ളമോ വെറും വെള്ളത്തിലോ ഒക്കെ അരച്ചിടും. കഞ്ഞിവെള്ളത്തിൽ അരച്ചാൽ കുറച്ചും കൂടി റിസൾട്ടാണ്. ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ അന്നത്തെ കഞ്ഞിവെള്ളമോ അരി കഴുകിയ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് പുളിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ പുളിപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൽ ധാരാളം സൂക്ഷ്മാണുക്കൾ വർദ്ധിപ്പിക്കുന്നത്. ഈ നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോട് വളരാനായിട്ടും പുതിയ തളിർപ്പുകൾ ഉണ്ടാവാനായിട്ടും അതിൽ നിന്നും ധാരാളം പൂക്കളും പൂമൊട്ടുകളും നിറയാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്നു ഈ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ. അപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ഇത്രയുണ്ട് കേട്ടോ, ഒരു കായടം വരെ ഉണ്ട് പാത്രത്തിൽ. അപ്പോൾ ഇത് 4 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് എല്ലാവർക്കും അറിയാം, ചെടികളുടെ നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ ചെടികളിലെ കേടുപാടുകളൊക്കെ നീക്കാനായിട്ടും കറുപ്പ് പിടിച്ചത് കമ്പുകളൊക്കെ കറുത്തു പോകുന്ന ഒരവസ്ഥയൊക്കെ മാറ്റാനായിട്ടും ചെടികളിൽ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കിന് ഒരുപാട് ഗുണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കിട്ട് നന്നായിട്ട് മിക്സ് വേണമെങ്കിൽ നമുക്കത് അതിനകത്തേക്ക് വേപ്പിൻ പിണ്ണാക്കിട്ട് പുളിപ്പിക്കാം. ഞാനിപ്പം അത് അന്നേരം ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3-4 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കപ്പ് വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്കെല്ലാം ഇട്ട് കൊടുക്കാം. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരുകയും
വളരുകയും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൂക്കളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയൊക്കെ റോസാ ചെടി ഉണ്ടെങ്കിൽ ആ പൂക്കളെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന റോസാ ചെടികൾ നമ്മൾ വളർത്തിക്കൊണ്ട് നിൽക്കരുത്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ആ കുഞ്ഞു പൂക്കൾ നമുക്ക് ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിവളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന പുതിയ തളർപ്പുകളിൽ നിന്നും വരുന്ന പൂക്കളും പൂമുട്ടുകളും ഒക്കെ നല്ല വലിയ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. നല്ല റിസൾട്ടുള്ള ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ല. ഞാൻ എൻ്റെ റോസാ ചെടിക്കും മറ്റുള്ള ചെടികൾക്കും എല്ലാം കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.